കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. അതാണ്ട് ഞങ്ങൾ 2 കാപ്പിയും ഈ കാണുന്ന കോണ്ടോ ഉണ്ടല്ലോ, ഇത് ബേസിക്കലി നമ്മുടെ സോസേജ് ഇല്ലേ, സോസേജ് ഈ കോണിൻ്റെ അകത്ത് മുക്കി എടുത്തേക്കുന്ന ഒരു സെറ്റപ്പാണിത്. അപ്പോൾ അത് മേടിച്ചിട്ട് നമ്മൾ നമ്മൾ ഇത്ര നേരം വന്നിരുന്ന ഇൻ്റർസ്റ്റേറ്റ് 15 നിന്ന് നമ്മൾ ഇവിടുന്ന് ഡീവിയേഷൻ എടുത്ത് ഇൻ്റർസ്റ്റേറ്റ് 40 എടുക്കുക കേട്ടോ. ഈ 15 കണ്ടിന്യൂ ചെയ്ത് നേരെ ലാസ് വേഗാസിന് പോകും. നമ്മുടെ ലെഫ്റ്റിലെ റോഡ് നേരെ പോണത് ലാസ് വേഗാസിലേക്കാണ്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഫ്ലാഗ്സ്റ്റാഫ് അരിസോണ എന്ന് പറയുന്ന റൂട്ടിൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാർസ്റ്റോയിലെ സെറ്റിൽമെൻറ്റും പരിപാടികളും ഒക്കെയാണ്. ബാർസ്റ്റോ കേട്ടോ, ബാർസ്റ്റോ കാലിഫോർണിയ. ഈ മരുഭൂമിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മനുഷ്യവാസം ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. ചില RV ക്യാമ്പിംഗ് സൈറ്റുകളും പരിപാടികളും എല്ലാം ഉണ്ട്. ആൾക്കാർ താമസിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് അങ്ങനെയാണ് അതിൻ്റെ ഒരു നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ഇൻ്റർസ്റ്റേറ്റ് 40 അടിപൊളി വേണ്ട ഒരു പഞ്ചാബി റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് വേണ്ട ഇപ്പോൾ ഒരു ബോർഡ് കണ്ടേ, നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇത് അടിപൊളി കുറച്ച് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടേക്കുന്ന ഒരു സ്ഥലം. അതേണ്ട ഇത് കണ്ടോ, ഇത് RV ക്യാമ്പ് സൈറ്റാണ്. നമുക്ക് RV ഒക്കെ ഉള്ളവർക്ക് കൊണ്ടുവന്ന് കാരവാൻ അവരുടെ പാർക്ക് ചെയ്തിട്ട് ക്യാമ്പിങ് ചെയ്യാം ഡെസേർട്ടിൽ. ഈ ഓഫ് റോഡിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അവരുടെ ജീപ്പും കൊണ്ടോ അല്ലെങ്കിൽ ഓഫ് റോഡിൻ്റെ ഡേർട്ട് ബൈക്കുകളൊക്കെ കൊണ്ട് ഈ മലകളൊക്കെ കയറാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ, അങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള വെക്കേഷന് വരുന്നവരാണ് പൊതുവെ ഇങ്ങനെയുള്ള RV ക്യാമ്പ് സൈറ്റ്സ് ഒക്കെ ഉപയോഗിക്കാറുള്ളത് എന്നുള്ളതാണ്. ഈ കാണുന്ന എന്തായാലും ഒരു വീടാണെന്ന് തോന്നുന്നു കേട്ടോ. അതെന്തായാലും ഒരു വീടാണ്. ഭയങ്കര രസമായിട്ടുണ്ട് ആ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന രീതി കേട്ടോ, അടിപൊളി. അയലോക്കത്തെങ്ങും ഒറ്റ മനുഷ്യനില്ലെന്നുള്ളതാണ്. അതാണ്ട് ഒരു ഹെവി സാധനം നമ്മുടെ മുമ്പിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. നോക്കാം എന്നാ സാധനം കണ്ടിട്ട് ഒരു വലിയ ന്യൂക്ലിയർ റിയാക്ടർ സെറ്റപ്പൊക്കെ ഉണ്ട് പുറകിൽ കാണാൻ വേണ്ടിയിട്ട്. അർജുൻ ഭായ് ചിരിക്കുകയാണ്. അർജുൻ ഭായിക്ക് കണ്ടിട്ട് അതൊരു വാട്ടർ ടാങ്ക് ലുക്കില്ല തോന്നുന്നത്. ശരിയാട്ടോ, നമുക്ക് അടുത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു വലിയ വാട്ടർ ടാങ്കിന്റെ സെറ്റപ്പ്. എന്നാ സംഭവം ഒന്നും അറിയത്തില്ല. വാൾമാർട്ടിന്റെ കേട്ടോ, വാൾമാർട്ട്. അല്ല ഇതിന്റെ അത് തന്നെ വല്ല വാൾമാർട്ടിന്റെ ഗോഡൗണിലേക്കുള്ള വല്ല സെറ്റപ്പ് ആയിരിക്കും, വല്ലതൊക്കെ സംഭരിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. എന്നാലും കാലിഫോർണിയ ടൈം 5 മണി ആകുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല കിടുക്കൻ സൺസെറ്റാണ് നമുക്ക് കേട്ടോ. നല്ല ആ ഒരു ഓറഞ്ച് കളറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ മരുഭൂമിയും ഇങ്ങനെ വിശാലമായിട്ട് നേരെ കിടക്കുന്ന റോഡും ആ സെറ്റപ്പ്. അങ്ങനെ പെട്ടെന്ന് നമ്മൾ റോഡ് സൈഡിലെ ഷോൾഡറിൽ നിങ്ങളെ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. വേറൊന്നുമല്ല, നിങ്ങൾ കണ്ടു ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു മരുഭൂമിയുടെ സെറ്റപ്പ് കണ്ടോ.
എൻ്റെ നമ്മുടെ വണ്ടിയുടെ പുറകിൽ ആ ഒരു വ്യൂ കണ്ടോ, നല്ല കിടുക്കം വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ലാതെ സൂപ്പർ സൺസെറ്റ്. നമുക്ക് ഇതിൻ്റെ പുറകിലേക്കൊന്ന് കൊണ്ടുപോയി കാണിച്ചു തരാം നിങ്ങളെ. ബെസ്റ്റ് വ്യൂ ഇച്ചിരി നമ്മൾ റോഡിലേക്ക് ഇറങ്ങി ചെന്നിട്ടായിരിക്കുവേ. അതുകൊണ്ട് ഞാൻ പയ്യെ നടക്കും. അത് മരുഭൂമി എന്ന് പറയുന്ന ടെറൈൻ നമ്മൾ വണ്ടി ഇരുന്ന് കാണിക്കുമ്പോഴത്തേക്ക് ഇതിന് മാത്രം നിങ്ങൾ വിശ്വസിക്കുമോ? നിലത്തൊന്നുമില്ല കേട്ടോ, നോക്കിക്കേ, ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് മാത്രം. ഇവിടുന്ന് ഇതാണ് മക്കളെ വ്യൂ, നോക്കിക്കേ. ലൈറ്റ് കുറവായതുകൊണ്ട് ആ ഒരു സെറ്റപ്പിൽ കിട്ടുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നോക്കിക്കോ, ഇവിടുന്ന് 2-3 ഷോട്ടും കൂടെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ദിവസത്തെ വീഡിയോയിലൂടെ നമുക്ക് ഓഫർ ചെയ്യാനുള്ളത്. അപ്പോൾ വേണ്ട പയ്യെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. നമ്മുടെ യാത്രയുടെ 5ാമത്തെ ദിവസം രാവിലെ നമ്മുടെ ഒൻറ്റാറിയോ സമയം 4:30. അപ്പോൾ ഇവിടെ 3 മണിക്കൂർ പുറകോട്ടാണ്. നമ്മളിപ്പോൾ ഉള്ളത് അരിസോണ ന്യൂ മെക്സിക്കോ ബോർഡറിലാണ്. ഒരു 6 മൈലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ന്യൂ മെക്സിക്കോയിൽ കയറുവേ. നമ്മൾ ഒരു 3 മണി ആയപ്പോൾ തന്നെ ഷിഫ്റ്റ് എല്ലാം ചേഞ്ച് ചെയ്ത് അർജുൻഭായ് സ്ലീപ്പറിൽ കയറി. നമ്മുടെ റെഡ് ഇന്ത്യൻ ട്രൈബ് ആയിട്ടുള്ള നാവാഹോ നേഷൻ്റെ ഒരു അടിപൊളി ട്രക്ക് സ്റ്റോപ്പ് ഉണ്ട്. ആ ട്രക്ക് സ്റ്റോപ്പിൽ കയറി നമ്മളൊന്ന് ഫ്രഷായ ഒരു ചായയൊക്കെ എടുത്ത് വണ്ടി ഓടിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇൻ്റർസ്റ്റേറ്റ് 40 അല്ലെങ്കിൽ I-40 എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആ ഒരു ഹൈവേ കൂടെയാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നെക്സ്റ്റ് ഫ്യൂലിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ള ഓക്ലഹോമയിലെ എൽ റെനോയിലേക്ക് 1096 കിലോമീറ്ററും കൂടെയാണ് നമുക്ക് ഇവിടെ നിന്നുള്ളത്. വെളുപ്പിന് 6:15 ആകുമ്പോഴത്തേക്കും നമ്മൾ ന്യൂ മെക്സിക്കോയിലെ ആൽബക്കർക്കിയിലെത്തി കേട്ടോ. ടെമ്പറേച്ചർ 3 ഡിഗ്രി സെൽഷ്യസ്. എന്തായാലും ഇന്നത്തെ നമ്മുടെ സൺറൈസ് വേണ്ട ന്യൂ മെക്സിക്കോയിലാണ് കേട്ടോ. നമ്മൾ ആൽബക്കർക്ക് ജസ്റ്റ് പാസ് ചെയ്തു. ഇനിയിപ്പോൾ സാന്റാ റോസ എന്ന് പറയുന്ന അടുത്ത ടൗണിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നല്ലൊരു കിടുക്കൻ സൺറൈസ്. എന്തായാലും സമയം 8:30 ആകുമ്പോഴത്തേക്കും, ലോക്കൽ ടൈം 8:30 ആകുമ്പോഴത്തേക്കും റെസ്റ്റ് ഏരിയ ഉണ്ട്. നമുക്ക് വയ്യ അവിടെ ഒതുക്കി ബ്രേക്ക് എടുത്തൊരു ഫുഡൊക്കെ കഴിച്ചേക്കാം. വേണ്ട, ഇതാണ് റെസ്റ്റ് ഏരിയയുടെ ഒരു സെറ്റപ്പ് കേട്ടോ. നമ്മളത് സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്കെന്തായാലും പോയി വാഷ്റൂമൊക്കെ ഒന്ന് ഉപയോഗിച്ചിട്ട് വരാം. എൻ്റെ ടെറൈൻസ് ഒക്കെ കണ്ടോ, ആ ഒരു മരുഭൂമി സെറ്റപ്പിൽ നല്ല അടിപൊളി വെറൈറ്റിയാണ്. ടെമ്പറേച്ചർ 8 ഡിഗ്രി ഉണ്ട്. ഇവിടെ പെറ്റ്സിന് വേണ്ടിയിട്ടൊക്കെ ഒരു ഏരിയ, അതേണ്ട പെറ്റ് ഏരിയ ഈ കാണുന്നിടത്താണ്. മറ്റേ ഡോഗ്സിനെയൊക്കെ നടക്കാൻ കൊണ്ടുപോകുന്നവർക്ക് അങ്ങനെയുള്ള പരിപാടികൾ. ഈ കാണുന്ന ചെറിയ കെട്ടിടത്തിലാണ് വാഷ്റൂം സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഇവരുടെ ആ കൾച്ചറിനൊക്കെ അനുയോജ്യമായ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ബിൽഡിങ്. മരുഭൂമിയുടെ ആംബിയൻസും ഒക്കെ ആയിട്ട് അത് മാച്ച് ചെയ്യുന്നുണ്ട്. വാഷ്റൂമെല്ലാം നല്ല ക്ലീൻ ആൻഡ് കിടുക്കുന്ന സെറ്റപ്പായിരുന്നു കേട്ടോ. ഫുള്ള് ഇവിടുത്തെ ആ ഒരു സെറ്റപ്പ് വേണ്ട നല്ല ഇതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ചെറിയൊരു ഫെൻസിങ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ. ആ മരക്കുറ്റികൾ തന്നെ മണ്ണിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പ്. ഇരുന്ന് കഴിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ്, പിക്നിക് ഏരിയ. അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ട്രക്സൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം. കൊള്ളാം. അതിൻ്റെ നേരെ റൈറ്റ് സൈഡിലാണ് കാറുകൾക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം. അപ്പോൾ കാറും ട്രക്കുകളും ഒക്കെ മിക്സ് ചെയ്ത് പാർക്ക് ചെയ്യാതെ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട്, വലിയ വണ്ടികൾക്കും ചെറിയ വണ്ടികൾക്കും സെപ്പറേറ്റ് ഏരിയ.
വേണ്ട ഇവിടെ ഈ ഒരു ലാൻഡിനെ കുറിച്ച് പറയുന്ന ഒരു ഹിസ്റ്റോറിക് മാർക്കറും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വൺ ഓഫ് ദ ഫ്ലാറ്റസ്റ്റ് ഏരിയ ആണ് ഈ ഒരു വലിയ ജോഗ്രഫിക്കൽ ഏരിയ എന്നാണ്. അതോടൊപ്പം തന്നെ ഇത് മറ്റേ സീ ലെവലിൽ നിന്ന് 450 ഫീറ്റ് എബവ് ആണെന്നും പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് പുഷപ്പൊക്കെ അടിച്ചിട്ട് ഫുഡ് കഴിച്ച് പോകാനുള്ള പരിപാടി നോക്കാം. കാരണം വേറെ ഒന്നും ഇവിടെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ഇവിടെ ഇരുന്ന് വരാത്തവരോ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഇത് കണ്ട് എക്സൈറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ സ്ഥിരം വരുന്നതാണല്ലോ ഈ റൂട്ടൊക്കെ. ഏട്ടാ നിങ്ങൾ ആ ഒരു പഞ്ചാബി ധാബ കണ്ടോ? ഇത് എത്രമാത്രം ബാരനായിട്ടുള്ള ഒരു സ്ഥലത്താന്ന് നോക്കിക്കേ. അപ്പം ഈ US വന്ന് നമ്മൾ ഈ പല കാര്യങ്ങളിലും അതും ഇതുമൊക്കെ പറയുമെങ്കിലും ഈ പഞ്ചാബികൾ അവർ വന്ന് വഴിവെട്ടി തെളിച്ചേക്കുന്ന ആ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. ഇതുപോലത്തെ അമേരിക്കയുടെ വേറൊരു അപകടം എൻ്റെ അമ്മയെ കഴിഞ്ഞ ദിവസങ്ങളിലെ വിൻ്റർ സ്റ്റോമിൻ്റെ സമയത്ത് സംഭവിച്ചാണെന്ന് തോന്നുന്നു. ഇതുപോലെ വയോമിങ്ങിലെയും ന്യൂ മെക്സിക്കോയിലൊക്കെ ഇതുപോലെ ഇത്രയും ബാരനായിട്ടുള്ള പല പ്രദേശങ്ങളും സ്ഥലം മേടിച്ച് വെട്ടിപ്പിടിച്ച് നാട്ടിൽ നിന്ന് LMI വർക്ക് പെർമിറ്റിലെ ആൾക്കാരെ കൊണ്ടുവന്ന് എല്ലാ ഫാമിലി ആയിട്ട് അവരിവിടെ എത്തിപ്പെട്ട് ഓരോരോ പ്രസ്ഥാനങ്ങൾ തുടങ്ങി വിജയിപ്പിച്ച ആളുകളാണ് ഈ പഞ്ചാബികളായിട്ട്. അത് അംഗീകരിക്കാതെ പോയി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ ഇതാണ് ഈ ഒരു ചുറ്റുപാടിൻ്റെ അവസ്ഥ എങ്കിൽ അന്നത്തെ കാലത്തൊക്കെ എന്തായിരുന്നിരിക്കും. അപ്പോൾ അതുപോലെ വിജനമായിട്ടുള്ള കുറേ മരുഭൂമികളുടെ നടുക്കൊക്കെ നമുക്ക് പഞ്ചാബി ധാബ എന്നുള്ള സെറ്റപ്പിൽ കാണാവായി. അപ്പം അങ്ങനെ ചില പഞ്ചാബി ട്രക്ക് സ്റ്റോപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ ആളുകൾ എത്ര വിജനമായ സ്ഥലത്താണ് താമസിക്കണമെന്ന് നോക്കി. ഒരു അയലോക്കംകാർ പോലും ഇല്ല കേട്ടോ. വീണ്ടും വേറെ ഒരെണ്ണം. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ജീവിതമായിരിക്കും ഇവരുടെ. ഒരാവശ്യം വന്ന് രാത്രിയിലോ അല്ലെ എപ്പോഴെങ്കിലും ഒരു ആവശ്യം വന്നൊന്ന് വിളിച്ചാലും ആരും കേൾക്കില്ലാത്ത രീതിയിൽ, ആരും ഒന്ന് സഹായത്തിന് ഓടി വരാൻ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ജീവിതം. എന്നാൽ അങ്ങനെ വലിയ മാൻഷനോ ബംഗ്ലാവോ എല്ലാവിധ ലക്ഷറിയോടും കൂടി താമസിക്കുന്ന ആൾക്കാരുമില്ല. ചെറിയ ചെറിയ സെറ്റപ്പിൽ പിന്നെ സഹായത്തിന് ഒരാളില്ലാതെ. അങ്ങനെ വിരസത നിറഞ്ഞ ഇമാതിരി പ്ലെയിൻ ലാൻഡുകളെല്ലാം കടന്ന് ന്യൂ മെക്സിക്കോയുടെ പ്ലെയിൻ ലാൻഡുകളെല്ലാം കടന്ന് നമ്മൾ ടെക്സാസിലേക്ക് കയറാറായി. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാണാവുന്ന പോലെ വിഷ്വൽസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയൊരു സുഖമില്ലായിരുന്നു ഇന്ന് രാവിലെ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഒരു ടെറൈനിൽ കയറിയപ്പോഴത്തേക്ക് നമുക്കറിയാം ഇങ്ങനെ ഒരു മരം പോലും ഇല്ലാത്ത രീതിയിൽ പ്ലെയിനായിട്ട് കിടക്കുന്ന സെറ്റപ്പാണിതൊന്നും. ഇനിയിപ്പോൾ ടെക്സാസിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതുവരെ കാണിക്കാത്ത മറ്റെന്തെങ്കിലും കാഴ്ചകളുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് കണ്ണൊക്കെ തുറന്ന് നോക്കാം. കാരണം കുറേ കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കാണിക്കാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നേ. അങ്ങനെ ഒൻറ്റാറിയോ സമയം 12:15 ആകുമ്പോഴത്തേക്കും വേണ്ട നമ്മൾ ന്യൂ മെക്സിക്കോയോട് വിട പറഞ്ഞ് ടെക്സാസിലേക്ക് കയറാൻ പോവാ കേട്ടോ. ഒരുമാതിരി ടെക്സാസിൻ്റെ ഈ ഒരു നോർത്തേൺ സൈഡ് അമരില്ലോ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ന്യൂ മെക്സിക്കോയോടൊക്കെ സിമിലർ ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഏരിയ തന്നെ. ആ ഒരു കണ്ടിന്യൂഷൻ തന്നെ ഇവിടെ കേട്ടോ. ടെമ്പറേച്ചർ 13 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ. അമരില്ലോയോട് അടുക്കും തോറും ചെറിയ ചെറിയ എലവേഷനും പരിപാടികളൊക്കെ ആയിട്ട് ലാൻഡ്സ്കേപ്പ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയേ. ആ ഒരു ബോറിങ് ജസ്റ്റ് ഒരു ഗ്രൗണ്ട് പോലെ പരന്ന് കിടന്നിരുന്നതിന് ചെറിയ മൊട്ടക്കുന്നുകളും പരിപാടികളും കുറ്റിച്ചെടികളും ഒക്കെ വിസിബിൾ ആയതോടുകൂടി നമുക്കൊരു ഇൻട്രസ്റ്റായി. ടെക്സാസിൻ്റെ ഈ അമരില്ലോ ഏരിയ എപ്പോൾ വന്നാലും ഇങ്ങനെ ഡ്രൈ ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. എന്നാൽ നമ്മുടെ അപ്പുറത്തെ ഹ്യൂസ്റ്റൺ, ഡാലസ് ആ ഒരു ഏരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഗ്രീനറിയാണ്. ഒരു ആനയാടും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ രണ്ട് നോർത്തേൺ പാർട്ട് സദേൺ പാർട്ടും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം.
വേണ്ട. ഇനിയിപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ വിൻമില്ലുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇഷ്ടംപോലെ വിൻമില്ലുകളാണ് ഉള്ളത് കേട്ടോ. ഈ വിൻമില്ലുകളുള്ള പ്രദേശത്തെ രാത്രികാല സൗന്ദര്യം നമ്മൾ ഇതിൻ്റെ 2-3 വീഡിയോ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചത് ഓർക്കുന്നുണ്ടോ? രാത്രിയിൽ വരുമ്പോഴത്തേക്ക് ഈ വിൻമില്ലുള്ളടത്തെല്ലാം ആകാശത്ത് നിന്ന് ഒരു ചുമന്ന ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇഷ്ടംപോലെ നമ്മുടെ ചുമന്ന മിന്നാമിനുകളെല്ലാം കൂടെ ഒരുമിച്ച് തിളങ്ങുന്ന പോലത്തെ ഒരു ഫീലാണ്. ഭയങ്കര അടിപൊളിയാണ്. ടെമ്പറേച്ചർ 14 ഡിഗ്രി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിലെ വിൻ്ററിൻ്റെ ബഹളങ്ങളെല്ലാം പയ്യെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. നാളെ രാവിലത്തോടു കൂടി നമ്മൾ ഇലിനോയി എല്ലാം എത്തി അവിടുന്ന് ഇൻഡ്യാന മിഷിഗൺ എത്തും. അമരില്ലോയോട് അടുക്കും തോറും ചെറിയ ചെറിയ ഫാക്ടറികളും പരിപാടികളും എല്ലാം കണ്ടു തുടങ്ങി കേട്ടോ. എല്ലാം കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള എല്ലാ കൃഷിക്കാരുടേതായ കാര്യങ്ങളൊക്കെ സെഗ്രിഗേറ്റ് ചെയ്യുകയും പ്രോസസ്സ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ ഫാക്ടറികളാണെന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ അടുത്ത് തന്നെ കുറേ ട്രാക്ടറുകളും പിന്നെ ഈ കൃഷിക്ക് ഉപയോഗിക്കുന്ന കുറേ മെഷീനുകളൊക്കെ കിടപ്പുണ്ട്. ഈ കാണുന്നത് ഇഷ്ടംപോലെ പശുക്കളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഫാമാണ്. ഇഷ്ടംപോലെ പശുക്കളും കാര്യങ്ങളും നോക്കിക്കേ. അങ്ങനെ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ വേണ്ട അമരില്ലോയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ, ടെക്സാസിലെ. ഇനിയിപ്പോൾ നമുക്ക് അമരില്ലോയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. സമയം ഉച്ചകഴിഞ്ഞ് 3 മണിയോട് അടുക്കുമ്പോഴത്തേക്ക് നമ്മൾ വേണ്ട ടെക്സാസ് എല്ലാം കടന്ന് ഓക്ലഹോമയുടെ ബോർഡർ എത്തി കേട്ടോ. ഇത് വേറൊരു പഞ്ചാബി ധാബയാണ്, നിങ്ങൾ നോക്കിക്കോണേ. ഇനിയിപ്പോൾ പയ്യെ അർജുൻഭായ് ഷിഫ്റ്റ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അർജുൻഭായ് ഓക്ലഹോമയും മിസൂറിയും എല്ലാം ഓടിച്ച് മിക്കവാറും ഇലിനോയി കയറ്റും. വേണ്ട ഇപ്പം ഈ പോണ ട്രെയിലർ ഉണ്ടല്ലോ, ഇത് കുതിരേനെയും പശുക്കളെയും എല്ലാം കൊണ്ടുപോകുന്ന ടൈപ്പ് ട്രെയിലറാണ്. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് മാറാൻ വേണ്ടിയിട്ട് ഓക്ലഹോമയിലെ ഒരു ലൗസിൽ നിർത്തി നമ്മൾ അർജുൻഭായിനെ കുളിക്കാനും പല്ല് വെക്കാനും ഒക്കെ വിടുകയാണ്. നമുക്ക് നമ്മളെ സ്ലീപ്പർ ബെർത്തിൽ ഇട്ടിട്ട് അർജുൻഭായിന് പ്രീ ട്രിപ്പ് ഇട്ട് വെച്ചേക്കാം. നമുക്ക് ടയറെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാവേ. ടെമ്പറേച്ചർ 14 ഡിഗ്രി ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയാണ്. കാരണം ജാക്കറ്റും മഫ്ലറും തൊപ്പിയൊന്നും വെക്കേണ്ട കാര്യമില്ല. ഈ നിൽക്കുന്ന മരങ്ങളെല്ലാം കണ്ടോ, ഈ കോഴീനെയൊക്കെ കൊല്ലുന്നതിന് മുമ്പ് അതിൻ്റെ പപ്പും പൂടാൻ പറിച്ചെടുത്ത് വെക്കുന്ന പോലെ ഉണ്ട്. വിൻ്റർ ആയതുകൊണ്ട് എല്ലാ ഇലകളെല്ലാം പൊഴിഞ്ഞിട്ട് ജസ്റ്റ്
ജസ്റ്റ് ചുള്ളിക്കമ്പ് മാത്രം നിൽക്കുന്ന പോലത്തെ ഒരവസ്ഥ. പക്ഷെ വേണ്ട നിലത്തെ മറ്റേ ആ ഗ്രാസൊക്കെ ഓൾറെഡി പച്ചയായി മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ടെമ്പറേച്ചർ ഇത്രയല്ലേ, തന്നെയല്ല നല്ല സ്നോ എല്ലാം വീണ് ഓൾറെഡി വെള്ളവും കിട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ പയ്യെ സ്പ്രിങ് ആകുമ്പോഴത്തേക്ക് ഈ മരങ്ങളിലെല്ലാം ഇല വെച്ച് തുടങ്ങും. അതൊരു അടിപൊളി കാഴ്ചയായിരിക്കും കേട്ടോ. നമ്മുടെ സീലും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്, പ്രോപ്പറാണ്. ഓ ഗോഡ്, ഈ ലൈറ്റിന് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടല്ലോ. ലൈറ്റ് പുറത്തേക്ക് പോന്നിട്ടുണ്ടല്ലോ. നമുക്ക് തൽക്കാലത്തേക്ക് തള്ളി കയറ്റി വെച്ച ഇത് വർക്ക് ചെയ്യുന്ന സെറ്റായി കേട്ടോ. നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കി അതൊന്ന് ചെക്ക് ചെയ്യണം സാധനം. വണ്ടിയെല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ സ്ഥിതിക്ക് നമുക്ക് പോയൊരു കാപ്പിയോ ചായയോ എല്ലാം എടുത്തോണ്ട് വരാം. സാധാരണ ഈ ലൗസിൽ ഭയങ്കര തിരക്കുണ്ട്. ഇതിൻ്റെ പുറകിൽ ഭയങ്കര ക്യൂ ഒക്കെ ആവേണ്ടതാണ് കേട്ടോ. പക്ഷെ ഇന്ന് തന്നെയാണോ വലിയ തിരക്കില്ല. നമ്മളിപ്പോൾ കാപ്പിയൊക്കെ എടുത്ത് തിരിച്ചു വന്ന സ്ഥിതിക്ക് നമ്മളാ പിടിപ്പിച്ച ലൈറ്റ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോയെന്നൊന്ന് നോക്കിയേക്കാവേ. ലൈറ്റ് ഫ്രണ്ടിൽ ഓണാക്കി പുറകെ പോയി നോക്കാം. ലൈറ്റ് വർക്കിംഗ് ആണ് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഫ്ലാഷേഴ്സും വർക്ക് ചെയ്യുന്നുണ്ട്. അർജുൻ ഭായി ഷവറെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. എന്നാ ബ്രോ, കടലയോ? മധുരം ഇട്ട നമ്മുടെ നാട്ടിലെ കപ്പലണ്ടി അല്ലേ? തേനാണോ? എന്താ വേണ്ടത്, തേനിട്ട കപ്പലണ്ടി ഒക്കെ അർജുൻ ഭായി വണ്ടി ഓടിക്കണതിന് മുമ്പ് സെറ്റ്. ഈ കാണുന്ന മോഡൽ കണ്ടോ, ഇതൊരു ഇന്ത്യക്കാരുടെ മോഡൽസാണ് കേട്ടോ. എനിക്കൊന്ന് ഗുജറാത്തീസിൻ്റെ ആണെന്ന് തോന്നുന്നു. അതിപ്പോൾ നമ്മൾ അമേരിക്കയിൽ ഒരുമാതിരിപ്പെട്ട എവിടെ പോയാലും ഒരുമാതിരിപ്പെട്ട മോഡൽസിൻ്റെ എല്ലാ ഓണേഴ്സും ഇന്ത്യൻസ് ആയിരിക്കും കേട്ടോ. വലിയ ഹോട്ടൽസ് അല്ല, മോട്ടൽസ്. റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ അത്യാവശ്യം ജസ്റ്റ് ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള കൺസെപ്റ്റിലുള്ളത്. ഓക്ലഹോമയിൽ കൂടെ ഉള്ള ആ ഒരു യാത്രയും സെയിം നമ്മൾ അങ്ങ് അരിസോണ തൊട്ട് കണ്ടിന്യൂ ചെയ്തു വരുന്ന ന്യൂ മെക്സിക്കോയിലൊക്കെ നമ്മൾ കണ്ട ആ ഒരു ലാൻഡ്സ്കേപ്പ് തന്നെയാണ് കേട്ടോ റിമൈൻഡ് ചെയ്യിക്കുന്നത്. പിന്നെ ആകെ കൂടി എന്നാന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വേണ്ട ഇപ്പം ആ ഒരു എവർഗ്രീൻ സെറ്റപ്പിലുള്ള ആ ഒരു മരങ്ങളുണ്ട്. അരിസോണ ഏരിയയിൽ നമ്മൾ മേജറായിട്ട് കണ്ടത് നാവാഹോ നേഷൻ എന്ന് പറയുന്ന ആ ഒരു റെഡ് ഇന്ത്യൻ ട്രൈബ് ആണെങ്കിൽ, ഇവിടെ ഓക്ലഹോമയിലൊക്കെ മെയിനായിട്ട് ചിരോക്കി നേഷൻ എന്ന് പറയുന്ന റെഡ് ഇന്ത്യൻ ട്രൈബിൻ്റെ സെറ്റിൽമെൻ്റ് ആണ്. ഒരു 5 മണിയോടെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ വേണ്ട ഓക്ലഹോമയിലെ എൽറനോയിലുള്ള നമ്മുടെ ലൗസിലെത്തി കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഡീസലൊക്കെ അടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഓ, ഡെഫ് കംപ്ലൈന്റ് ആയിരുന്നോ? ഓ, അങ്ങനെ ഫ്യൂലിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടുപോകട്ടെ.
അവിടെ സ്റ്റീവൻസ് എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു ഭയങ്കര വലിയ ട്രക്കിംഗ് കമ്പനിയാണ്. അതിൻ്റെ മേജറായിട്ടുള്ള ഒരു അതിൻ്റെ മെയിൻ യാർഡാണത് ഇവിടെ ഓക്ലഹോമയിലെ. ഈ ചുമന്ന ട്രക്കുകളെല്ലാം അവരുടെയാണ്, സ്റ്റീവൻസ്. അപ്പോൾ നമ്മൾ എൽറനോ ടൗണിലാണ് ഉള്ളത് കേട്ടോ. ഇത്രയും നേരം നമ്മൾ വന്ന് ഇൻ്റർസ്റ്റേറ്റ് 40 ഉപേക്ഷിച്ച് നമ്മൾ വേണ്ട ജോൺ കിൽപാട്രിക് ടേൺപൈക്ക് എന്ന ആ ഒരു ടോൾ റൂട്ട് എടുത്ത് നമ്മൾ ട്രാഫിക്കിനെ എല്ലാം അവോയ്ഡ് ചെയ്ത് വിട്ടു പോകാൻ പോവാണേ. ഈ ടോൾ റൂട്ട് എടുക്കുന്നതിലൂടെ നമ്മളിപ്പോൾ അവോയ്ഡ് ചെയ്യാൻ പോകുന്നത് ഓക്ലഹോമ സിറ്റിയിലെ ഈ ഈവനിങ് ട്രാഫിക് അല്ല. നമ്മളിപ്പോൾ കണ്ടത് പുതിയ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടേ അവർ ലാൻഡൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണതൊക്കെയാണ്. പുതിയ ഒരു വലിയ ടൗൺഷിപ്പ് പ്ലാൻ ചെയ്തേക്കണമെന്ന് തോന്നുന്നു. ഈ ഒരു ഏരിയ എല്ലാം അവർ വേണ്ട റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്.